ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഒരു യൂണിഫോം ഷർട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ യൂണിഫോം ഷർട്ട് കട്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് മറ്റ് ഷർട്ടുകളെ അപേക്ഷിച്ചുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഞാൻ കാണിച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ ഞാൻ നല്ല എക്സ്പേർട്ടായിട്ട് ഷർട്ടൊക്കെ തയ്ക്കാൻ അറിയാവുന്ന അല്ലെങ്കിൽ നല്ല എക്സ്പെർട്ടായ തയ്യൽക്കാർക്ക് കാണണം എന്നുള്ള ഉദ്ദേശത്തിലല്ല, മറിച്ച് ഇത് അത്യാവശ്യം തയ്യൽ അറിയാവുന്നവരും ഷർട്ട് കട്ട് ചെയ്ത് തയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവരും, അപ്പോൾ അവർക്ക് ഷർട്ട് കട്ട് ചെയ്ത് തയ്ക്കാൻ അവർ പഠിക്കേണ്ടതിന് അവരുടെ ഒരു ഉത്സാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷർട്ട് നന്നായിട്ട് തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഇത് കാണണമെന്ന് നിർബന്ധമില്ല. ആർക്കെങ്കിലും ഷർട്ട് തയ്ച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്നവരോട് എനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യം കൂടുതലുണ്ടെങ്കിലും നിങ്ങളിത് പൂർണ്ണമായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഒരു ഷർട്ട് എങ്ങനെ കട്ട് ചെയ്ത് തയ്ച്ചു കൊടുക്കാൻ പറ്റും എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ, തയ്ക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് കൊണ്ട്, അതിൻ്റെ കണക്കും അതിൻ്റെ രീതികളും പറഞ്ഞു തരുന്നത് കൊണ്ട് വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യം വരും. എന്നാൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഷർട്ട് തയ്ച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഷർട്ട് തയ്ക്കാനുള്ള എല്ലാ കണക്കുകളും മെത്തേഡും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു യൂണിഫോം ഷർട്ടാണ്. അപ്പോൾ ഈ ഷർട്ടിൻ്റെ തുണിയെക്കുറിച്ചും അതെടുക്കേണ്ട രീതിയെക്കുറിച്ചും ആദ്യം പറയാം. ഈ ഷർട്ടിൻ്റെ തുണിക്ക് സാധാരണ ഷർട്ടിൻ്റെ തുണിയെല്ലാം പല വീതിയിലാണ്. അതായത് 44 ഇഞ്ച് വീതി, 36 ഇഞ്ച് വീതി, 60 ഇഞ്ച് വീതി, 57 ഇഞ്ച് വീതി, അങ്ങനെയൊക്കെ പല വീതിയാണ്. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 36 ഇഞ്ച് വീതിയാണ്. അപ്പോൾ 36 ഇഞ്ച് വീതിയുള്ള തുണികൾ, ഈ യൂണിഫോം ഷർട്ടിൻ്റെ തുണികൾ മിക്കതും തന്നെ വീതി 36 ഇഞ്ചായിരിക്കും. വീതി കൂടുതലുള്ള തുണികൾ വളരെ കുറവാണ്. അപ്പോൾ ഈ വീതി 36 ഇഞ്ചുള്ള ഈ തുണിയിൽ നമുക്ക് ഓരോ ഫ്രണ്ട് പീസും ഒരു ബാക്ക് പീസേ കിട്ടത്തുള്ളൂ. വീതി ഉള്ളതാണെങ്കിൽ നമുക്ക് 2 ഫ്രണ്ട് പീസും ഒരു ബാക്ക് പീസും നമുക്ക് ഒറ്റ ഭാഗത്തു നിന്ന് തന്നെ കിട്ടും. പക്ഷേ ഇത് വീതി കുറവായതുകൊണ്ട് നമുക്ക് ഒരു ഫ്രണ്ട് പീസ് കിട്ടും, അതിനുശേഷം നമുക്ക് ഒരു ബാക്ക് പീസും കൂടെ കിട്ടും. അങ്ങനെയാണ് ഈ വീതി കുറവുള്ള തുണിയെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ബാക്കിയുള്ള തുണിയിൽ നിന്ന് ബാക്കി പീസും എടുക്കാം. അപ്പോൾ ഒരു ഫ്രണ്ട് ഇവിടെ മുറിക്കാൻ പറ്റത്തുള്ളൂ, അത് കഴിഞ്ഞ് ഒരു ബാക്കാണ് മുറിക്കുന്നത്. വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് 2 ഫ്രണ്ടും ഒരു ബാക്കും നമുക്ക് ഒറ്റ വീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഷർട്ടിൻ്റെ കട്ടിങ്ങിലേക്ക് ശ്രദ്ധിക്കാം. അവിടെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം നമ്മൾ തുണിയുടെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിലൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഷർട്ടിന് 2 പടിയാണല്ലോ, ഒന്ന് ബട്ടൺ ഹോൾ വരുന്ന പടിയും ഒന്ന് ബട്ടൺസ് വെക്കുന്ന പടിയും. അപ്പോൾ നമ്മളിവിടെ ആദ്യം മാർക്ക് ചെയ്യുന്നത് ഇതിന് അകവും പുറവില്ല, അതായത് വൺ സൈഡല്ല, തുണി 2 സൈഡും ഒരുപോലത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ അകത്താണ് മാർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകവും പുറവില്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു പീസ് നമ്മൾ എവിടെ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിന് നമ്മൾ 2 പടിയുണ്ട്. 2 പടിയിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് ബട്ടൺ വെക്കാനുള്ള പടിയാണ്. ബട്ടൺ ഹോൾ വെക്കണ പടിയല്ല, ബട്ടൺ വെക്കാനുള്ള പടിയാണ്. അപ്പോൾ ബട്ടൺ വെക്കാനുള്ള പടിക്ക് നമുക്ക് 1.25 ഇഞ്ച് വീതി മതി. അപ്പോൾ 1.25 ഇഞ്ച് വീതിക്ക് ഞാനിങ്ങനെ പടി ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 1.25 ഇഞ്ച് വീതി. അതിനുശേഷം ഞാനതൊന്ന് സ്ട്രെയിറ്റായിട്ട് വരയ്ക്കാം. അപ്പോൾ ഈ പടി ബട്ടൺ വെക്കാനുള്ള പടിയാണ് കേട്ടോ, ബട്ടൺ ഹോൾ വെക്കാനുള്ള പടിയല്ല, ബട്ടൺ വെക്കാനുള്ള പടിയാണ്. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ തേര് നമ്മൾ കട്ട് ചെയ്ത് കളയും. ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ 2ആയിട്ട് മടക്കും. 2ആയിട്ട് മടക്കുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് പോയിൻറ്റ് വീതിക്കുള്ള ഒരു പടി കിട്ടും. അപ്പോൾ ഈ പടിയാണ് ബട്ടൺ വെക്കാനുള്ള പടി. ഇതിൻ്റെ ഇറക്കമാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇറക്കത്തേക്കാൾ 1.5 ഇഞ്ച് അധികം നമ്മൾ മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് എന്തിനാണ് അധികം മാർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, താഴെ നമ്മൾ 1/2 ഇഞ്ചും പോയിൻറ്റിലും മടക്കി അടിക്കണം. അപ്പോൾ അതിന് നമുക്ക് 1.25 ഇഞ്ച് വീതി വേണം. പിന്നെ നമുക്ക് മുകളിൽ ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് 1/2 ഇഞ്ച് വേണം.
അപ്പോൾ അങ്ങനെ നമ്മൾ മൊത്തം 1.5 ഇഞ്ച് അധികം മാർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 23 അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 24.5 ഇഞ്ച്. ആ 24.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ആ 24.5 ഇഞ്ചിൽ ഞാൻ 23 ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ലൈനൊന്ന് നേരെ വരയ്ക്കാം. അതിനുശേഷം മറ്റു മാർക്കിങ്ങൊക്കെ നമുക്ക് ഇറക്കത്തിൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് ചേർത്ത് നമ്മൾ 23 ഇഞ്ച് ഇറക്കാം. അതിനെ 24 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ രണ്ട് ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. എന്നിട്ട് നമ്മളിനി ഈ മുകളിലത്തെ ഈ ലൈനിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഷോൾഡർ എന്ന് പറയണത് 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതി 7.5 ഇഞ്ചാണ് നമ്മളോട് മാർക്ക് ചെയ്യണം. ഷോൾഡറിൻ്റെ പകുതി 7.5 ഇഞ്ച്. ഷോൾഡർ 15 ഇഞ്ച്, അതിൻ്റെ പകുതി 7.5 ഇഞ്ച്. അവിടെ തന്നെ ആ ലൈനിൽ തന്നെ നമ്മൾ കഴുത്തിൻ്റെ അളവും കൂടെ മാർക്ക് ചെയ്യുകയാണ്. ഈ കഴുത്തിൻ്റെ അളവ് മാർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുത്തിൻ്റെ 1/5 വലത്തോട്ടും അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് താഴേക്കും. അതായത് കഴുത്തിൻ്റെ 1/5 വലത്തോട്ട്, ഇവിടെ നിന്ന് വലത്തോട്ട്, അതല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈനിൽ അതിൽ നിന്ന് 1/5 നിന്ന് 1/4 ഇഞ്ച് കുറച്ച് താഴേക്ക്, അതായത് കഴുത്തിൻ്റെ ഇറക്കം. ഇത് കഴുത്തിൻ്റെ വീതി, ഇത് കഴുത്തിൻ്റെ ഇറക്കം. അപ്പോൾ വലത്തോട്ട് 1/5 താഴേക്ക് 1/5 നിന്ന് 1/4 ഇഞ്ച് കുറച്ചു, അങ്ങനെയാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ കഴുത്തെന്ന് പറയണത് 12.5 ഇഞ്ചാണ്. 12യുടെ 1/5 എന്ന് പറയണത് 2.5 ഇഞ്ചാണ്. അപ്പോൾ 2.5 ഇഞ്ച് ഞാൻ വലത്തോട്ട് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ച് 2.25 ഇഞ്ച് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ ആ 2.25 ഇഞ്ചിൽ ഞാനിങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ 2.25 ഇഞ്ചിൽ ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കണം. ഇതെന്തിനാണെന്നറിയാമോ? ഈ ഷോളറിൻ്റെ നമുക്ക് സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കഴുത്തിൻ്റെ 2 ലൈനും മാർക്ക് ചെയ്തു കേട്ടോ. വീതി മാർക്ക് ചെയ്തു, ഇറക്കവും മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഇറക്കത്തിന് ഞാനൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു. അതുകൊണ്ട് ഇവിടെ ആ ലൈനിൽ ഞാൻ എന്ത് ചെയ്യാമെന്നറിയാമോ? ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡറിൻ്റെ പകുതി അതെന്തിനാണെന്നറിയാമോ? ഇതിങ്ങനെ ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പകുതി ഞാനിങ്ങനെ വരച്ചു. ഇനി നമുക്ക് ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കണം. ഈ ഷോൾഡർ ഇങ്ങനെ ചെരിഞ്ഞാണ്, അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ആ ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് എത്രയാണ് ഷേപ്പിന് വേണ്ടി ഇറക്കേണ്ടത് എന്നുള്ള കണക്കാണ് ഞാൻ പറയണേ കേട്ടോ. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഈ ഷോൾഡറിൻ്റെ ഷേപ്പ് നമ്മൾ താഴോട്ട് എന്തോരം ചെരിച്ച് കൊടുക്കണം എന്നുള്ളതിന് 2 കണക്കുണ്ട്. 2 കണക്കെന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന്, ഈ താഴത്തെ കഴുത്തിൻ്റെ താഴേക്ക് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത ഈ ലൈനുണ്ടല്ലോ, ഈ ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി നമുക്ക് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്കിങ്ങനെ ഇങ്ങനെ സ്ലോപ്പായിട്ട് കൊടുക്കാം. അതാണ് ഒരു രീതി. അതായത് കഴുത്തിൻ്റെ ഇറക്കത്തിൻ്റെ ലൈനിൽ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റിയിട്ട് നമുക്ക് സ്ലോപ്പ് കൊടുക്കാം. അതാണ് ഒരു രീതി. ഈ മറ്റൊരു രീതി എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ 10-1, ഷോൾഡർ എത്രയാണോ അതിൻ്റെ 10-1 നമ്മൾ ഇവിടെ നിന്ന് താഴേക്ക് കൊടുക്കണം. അപ്പോൾ ഷോൾഡറിൻ്റെ 10-1 എന്ന് പറയുന്നത് ഷോൾഡർ 15 അതിൻ്റെ 10-1 എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. കണ്ടോ, ഇതാണ് 1.5 ഇഞ്ച്. അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്താലും താഴേന്ന് 1/2 ഇഞ്ച് മുകളിൽ കയറ്റി മാർക്ക് ചെയ്താലും രണ്ടും സെയിമാണ്. അപ്പോൾ ഒരു കാര്യത്തിന് 2 കണക്കുണ്ട്. ഒന്നല്ലെങ്കിൽ ഷോൾഡറിൻ്റെ 10-1 താഴേക്ക് മാർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇറക്കത്തിൻ്റെ ലൈനിൽ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഷോൾഡറിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഷോൾഡർ ഡൗൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ലോപ്പ് കൊടുക്കാനായിട്ട് ഉള്ള കണക്കാണ് ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ സ്കെയിൽ വെച്ച് കഴുത്തിനൊരു ഷേപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കഴുത്തിൻ്റെ ഷേപ്പ് ഞാനിവിടെ സ്കെയിലിന് വരയ്ക്കുകയാണ്. അത് വരച്ചു. ഇനി നമുക്ക് കൈക്കുഴിയാണ്. കൈക്കുഴിയുടെ ഇറക്കം നമുക്ക് മാർക്ക് ചെയ്യണം. അതിൻ്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ണത്തിൻ്റെ 4/1 നിന്ന് 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ വണ്ണം 28 ഇഞ്ചാണ്. അപ്പോൾ 28ൻ്റെ 4/1 എന്ന് പറയുന്നത് 7 ഇഞ്ച്. 7 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 6.5 ഇഞ്ച്.
അപ്പോൾ 6.5 ഇഞ്ചിലാണ് കൈക്കുഴി നമ്മൾ മാർക്ക് ചെയ്യണത് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൈക്കുഴി മാർക്ക് ചെയ്യാനുള്ള കണക്കെന്ന് പറയണത് വണ്ണത്തിൻ്റെ 1/4 നിന്ന് 1/2 ഇഞ്ച് കുറച്ച്, അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അത് ഞാനിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഈ ലൈനിലാണ് നമ്മളതിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈക്കുഴിയുടെ ഈ ലൈനും ഇറക്കത്തിൻ്റെ ഈ ലൈനും ഇത് തമ്മിലുള്ള അകലം നമ്മൾ നോക്കണം. ഇത് തമ്മിലുള്ള അകലം നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 16 ഇഞ്ചാണ്. കൈക്കുഴിയുടെ ലൈനും ബോട്ടത്തിൻ്റെ ലൈനും തമ്മിലുള്ള ഇറക്കം വ്യത്യാസം 16 ഇഞ്ചാണ്. ആ 16 ഇഞ്ചിൻ്റെ പകുതിയിൽ നിന്ന് 16 ഇഞ്ചിൻ്റെ പകുതി 8.25, അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് മുകളിൽ ഒരു ലൈൻ കൊടുക്കണം. അതെന്തിനാണെന്നറിയോ? ഇതിൻ്റെ വയർ വണ്ണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കൈക്കുഴിയുടെ ലൈനും ഇറക്കത്തിൻ്റെ ലൈനും തമ്മിലുള്ള അകലം നോക്കിയിട്ട് അതിൻ്റെ പകുതിയിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്യണം. അതാണ് അവിടെ ആ ലൈനിലാണ് നമ്മൾ വയർ വണ്ണം മാർക്ക് ചെയ്യണം. അപ്പോൾ വയർ വണ്ണം മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സെൻറ്റർ മാർക്ക് ചെയ്യാനുള്ള ലൈനാണ് അത്. ആ ലൈനിലാണ് നമ്മൾ വയറിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇനി നമുക്ക് ഈ 3 അളവ് മാർക്ക് ചെയ്യാം. ഈ 3 അളവുകൾ, ഒന്ന് ചെസ്റ്റിൻ്റെ അളവാണ്. ചെസ്റ്റ് 28 ഇഞ്ചാണ്. അപ്പോൾ ചെസ്റ്റിന് നമ്മൾ മാർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ഷർട്ട് ആണെങ്കിൽ നമ്മൾ 6 ഇഞ്ച് ലൂസ് ചേർക്കണം. മീഡിയം ലൂസ് ആണെങ്കിൽ നമ്മൾ 8 ഇഞ്ച് ചേർക്കണം. നല്ല ലൂസ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ 10 ഇഞ്ച് ചേർക്കണം. ഒരു പ്രാവശ്യം കൂടി പറയാം. ടൈറ്റ് ഷർട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെസ്റ്റ് അളവിനോട് നമ്മൾ 6 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 നമ്മളിവിടെ മാർക്ക് ചെയ്യണം. അല്ല, ഒരു മീഡിയം ലൂസ് മതി എന്ന് പറയുവാണെങ്കിൽ ചെസ്റ്റ് അളവിനോട് നമ്മൾ 8 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 മാർക്ക് ചെയ്യണം. നല്ല ലൂസ് വേണമെന്ന് പറയുവാണെങ്കിൽ ചെസ്റ്റ് അളവിനോട് 10 ഇഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ 4/1 മാർക്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ അളവ് മാർക്ക് ചെയ്യണം. അപ്പോൾ ചെസ്റ്റ് അളവിന് മാർക്ക് ചെയ്യുന്നതും 10 ഇഞ്ച് കൂട്ടിയാണെങ്കിൽ വയറിൻ്റെ അവിടെ മാർക്ക് ചെയ്യുമ്പോഴും 10 ഇഞ്ച് കൂട്ടണം. അടിവശം മാർക്ക് ചെയ്യുമ്പോഴും നമ്മൾ 10 ഇഞ്ച് കൂട്ടണം. 6 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് അളവിന് കൂട്ടണമെങ്കിൽ വയറിന് 6 ഇഞ്ച് കൂട്ടണം. ബോട്ടത്തിന് നമ്മൾ 6 ഇഞ്ച് കൂട്ടണം. 8 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് അളവിന് കൂട്ടുന്നതെങ്കിൽ അത് തന്നെ വയറളവിനും 8 ഇഞ്ച് കൂട്ടണം. താഴെയും നമ്മൾ 8 ഇഞ്ച് കൂട്ടണം. അപ്പോൾ നമ്മളിവിടെ ഇതിന് ഞാനിപ്പോൾ ഒരു മീഡിയം ലൂസാണ് കൊടുക്കണം. അതായത് 8 ഇഞ്ച് ലൂസ്. അപ്പോൾ 8 ഇഞ്ച് ലൂസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് അളവെന്ന് പറയണത് 28 ഇഞ്ചാണ്. അപ്പോൾ 28ൻ്റെ കൂടെ 8 കൂടെ കൂട്ടുമ്പോഴോ 28 8 36. 36ൻ്റെ 4/1 പറയണത് 9. 9ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തു. 9 വരെ 9.5. അപ്പോൾ നമ്മളിതിൻ്റെ വയർ വണ്ണം എന്ന് പറയണത് 26 ഇഞ്ചാണ്. അപ്പോൾ വയറിൻ്റെ അവിടുത്തെ വണ്ണം 26 ഇഞ്ചാണ്. 26നോട് നമ്മൾ 8 ചേർത്തപ്പോൾ 34. 34ൻ്റെ 4/1 പറയുമ്പോൾ 8.5. 8.5യോട് നമ്മൾ 1/2 ഇഞ്ച് ചേർത്തു. അങ്ങനെ 9 ഇഞ്ച്. താഴെ നമ്മൾ സീറ്റിൻ്റെ വണ്ണം 28ആണ്. 28നോട് നമ്മൾ 8 ചേർത്തു. അപ്പോൾ 28 തൊട്ട് 36. 36ൻ്റെ 4/1 പറയുന്നത് 9. 9നോട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തു. അങ്ങനെ 9.5 ഇഞ്ച്. അപ്പോൾ 3 അളവ്: ചെസ്റ്റ് അളവ്, വയർ വണ്ണം, വേസ്റ്റിൻ്റെ വണ്ണം, ഹിപ്പിൻ്റെ വണ്ണം. അങ്ങനെ 3 അളവുകളും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അത് ഷേപ്പ് ചെയ്യാം. ഇനി നമ്മളതിങ്ങനെ ഈ സ്കെയിൽ വെച്ച് നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ ഷോൾഡറിൻ്റെ ഈ ലൈനുണ്ടല്ലോ, ഈ ലൈനിൻ്റെ ഈ കൈക്കുഴിയുടെ ഇറക്കം മാർക്ക് ചെയ്തേക്കണം. ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു 3/4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. ഒരു 3/4 ഇഞ്ച് മാറ്റി നമ്മളിങ്ങനെ വരയ്ക്കണം. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ ഈ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ചെരിച്ച് സ്കെയിൽ വെച്ച് വരയ്ക്കണം. ഉണ്ടോ? അങ്ങനെ ചെരിച്ച് വരയ്ക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ സ്കെയിൽ കൊണ്ട് നമ്മളതിന് ഷേപ്പ് ചെയ്യണം. ഇത് ബ്ലൗസിന് ഷേപ്പ് ചെയ്യുന്ന പോലെയല്ല ഷർട്ടിന് ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്കെയിൽ വെച്ച് നമുക്കിങ്ങനെ ഷേപ്പ്. അപ്പോൾ ഈ താഴത്തെ വരയിൽ മുട്ടി ഈ പോയിന്റിൽ മുട്ടി ഇങ്ങനെ സ്കെയിൽ നിൽക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് ഷേപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് ഇതിൻ്റെ കൈക്കുഴി നമ്മൾ ഷേപ്പ് ചെയ്യണം.
ബ്ലൗസിന് ചെയ്യുന്ന പോലെയല്ല ഷർട്ടിന് കൈക്കുഴി ഷേപ്പ് ചെയ്യണത്. ബ്ലൗസിന് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഈ ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റി സ്കെയിൽ ഇങ്ങനെ പിടിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ബ്ലൗസിന് ചെയ്യുന്ന പോലെയല്ല ഷർട്ടിന് ചെയ്യണേ. അതുകൊണ്ട് ഈ പോയിന്റിൽ തന്നെ സ്കെയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമ്മളതിന് ഷേപ്പ് കൊടുക്കും. ഇങ്ങനെ ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഇതാണ് കൈക്കുഴി ഷേപ്പ്. ഇനി നമ്മളിതിൻ്റെ അടിവശമാണ്. ഇതിൻ്റെ അടിവശം നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടക്കണത്. ഇത് നമുക്ക് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചില ഷർട്ടിന് നമ്മൾ ഷേപ്പായിട്ട് കൊടുക്കും, ചില ഷർട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, ഈ മാർക്കിൽ ഈ ബോട്ടത്തിന് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് കൂട്ടിയിട്ടല്ലോ, അവിടെ നിന്ന് താഴത്തെ ലൈനിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് മുകളിൽ കയറ്റി മാർക്ക് ചെയ്യണം ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് അവിടെ നിന്ന് വേണം നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കാനായിട്ട്. നമുക്ക് ഇതിനിപ്പോൾ ഷേപ്പില്ല, ഇതിങ്ങനെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ഷർട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനി കട്ട് ചെയ്യാം. പടിയാണ് നമ്മളിത് ബട്ടൺ വെക്കാനുള്ള പടിയാണ് കേട്ടോ. ഇത് ബട്ടൺ ഹോൾ വെക്കാനുള്ള പടിയല്ല, ബട്ടൺ വെക്കാനുള്ള പടി. അപ്പോൾ ഞാനതിങ്ങനെ കട്ട് ചെയ്യാം. അതിന് ശേഷം ബാക്കി ഒട്ടണം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രണ്ട് ഷർട്ടിൻ്റെ ഫ്രണ്ട്. മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈൻ വരച്ചായിരുന്നല്ലോ, ആ ലൈനിൻ്റെ അവിടെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയുവാണ്. അത് ലെവൽ ചെയ്യുവാണ്. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഞാൻ മാറ്റും. ഒരു പീസ് എടുത്ത് മാറ്റിയിട്ട് ആ ലൈനുള്ള പീസ് വെച്ചാണ് ഇനി ബാക്കി കട്ട് ചെയ്യണം കേട്ടോ. ബാക്കി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലൈൻ വരച്ചല്ലോ, ഫസ്റ്റിലെ ഈ പടിക്കുള്ള ലൈൻ വരച്ചു. ഈ ലൈനിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മാറ്റി ഒരു മാർക്ക് കൊടുക്കണം. ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഈ താഴെ നമ്മൾ 1/2 ഇഞ്ച് മാറ്റി ഒരു മാർക്ക് കൊടുക്കണം. താഴെ 1/2 ഇഞ്ച് മാറ്റി മാർക്ക് കൊടുത്തു, മുകളിലും 1/2 ഇഞ്ച് മാറ്റി മാർക്ക് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതെന്തോരം ഉണ്ടെന്ന് അളന്ന് നോക്കണം. 9 ഇഞ്ച്. ഇതെന്തോരം ഉണ്ടെന്ന് അളന്ന് നോക്കണം. അപ്പോൾ 9 ഇഞ്ച്. അപ്പോൾ നമുക്ക് 9 ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ തുണി മടക്കിയിടണം. ബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തുണി 9 ഇഞ്ച് വീതിയിൽ മടക്കിയിടണം. അപ്പോൾ നമുക്ക് ബാക്കി ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇത് പീസ് ഇടണമെങ്കിൽ അറിയോ, നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ 1/2 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1/2 ഇഞ്ച് നമ്മൾ ബാക്കിന് ഞാനിങ്ങനെ മടക്കി കാണിക്കും കേട്ടോ. അതെന്ത് നമുക്ക് എങ്ങനെ എടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഞാനിങ്ങനെ മടക്കി, എന്നിട്ട് അത് കറക്റ്റ് ഈ അരിയിലേക്ക് ഇങ്ങനെ വെച്ചു. കണ്ടോ, കണ്ടോ, ആ 1/2 ഇഞ്ച് ഞാൻ കറക്റ്റ് ഇങ്ങനെ അരികിൽ വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് നമ്മൾ മാറ്റി വരച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ 1/2 ഇഞ്ച് മാർക്കിൽ ഞാനത് ഇങ്ങനെ വെച്ച മാർക്ക് കാണത്തക്ക വണ്ണം ചെയ്യാത്ത എന്താണെന്നറിയോ, ഇവിടെ കൈയുടെ ഈ ഭാഗത്ത് ഷേപ്പ് ഉള്ളത് കൊണ്ട് ഈ തുണി വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളത് അടിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മടക്കി കാണിച്ചു തന്നത്. അപ്പോൾ ആ മടക്ക് നമ്മൾ കറക്റ്റായിട്ട് ഞാനിവിടെ വെക്കുകയാണ്.
ആ മടക്ക് കറക്റ്റായിട്ട് വെച്ചുകൊണ്ടാണ് ബാക്ക് പീസ് വെട്ടുന്നത്. ബാക്ക് പീസ് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മുകളിൽ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യണമെന്ന് പറയും, ഷോൾഡർ നമ്മൾ എത്രയാണോ താത്തിയത്, സ്ലോപ്പിന് എത്രയാണോ താത്തിയത് ആ ലെവലിലാണ് കേട്ടോ ബാക്കിൻ്റെ ഈ ടോപ്പ് പോർഷൻ വെക്കണേ. ഷോൾഡറിന് നമ്മൾ എത്ര ഇഞ്ച് താത്തിയോ ആ പോയിന്റിലാണ് ബാക്കി നമ്മൾ വെക്കണത്. ആ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ കയറ്റി വെക്കണം. അത് ഞാൻ കണ്ടോ ഇവിടെ ഇത് ഈ ഷോൾഡർ നമ്മൾ വെട്ടുമ്പോൾ എങ്ങനെയാണെന്ന് ചെയ്യണമെന്നറിയോ, ഈ ഷോൾഡറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സ്ലോപ്പ് കൊടുത്തല്ലോ, ഈ സ്ലോപ്പിൻ്റെ ഈ പോയിൻ്റ് നമ്മൾ ഈ ബാക്കിൻ്റെ ടോപ്പിൽ വെക്കണം. അതായത് ഇത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 1.5 ഇഞ്ച് ഇറങ്ങിയാൽ നിൽക്കണം. അതായത് 1.5 ഇഞ്ച് ഫ്രണ്ട് പീസ് ബാക്കി പീസിനേക്കാൾ ഇങ്ങനെ മുകളിലേക്ക് കയറി നിൽക്കും. അതായത് സ്ലോപ്പ് കൊടുത്ത ആ ലെവലിലാണ് നമ്മൾ ബാക്കി പീസ് എൻ്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ വരച്ച് കാണിക്കാം. അപ്പോൾ ആ 1.5 ഇഞ്ച് ഷോൾഡറിന് സ്ലോപ്പ് കൊടുത്ത ആ അളവിലാണ് നമ്മൾ ബാക്കി വെട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യണം. അതായത് ഷോൾഡർ 15 അതിൻ്റെ പകുതി 7.5. അതിൻ്റെ കൂടെ ഞാൻ 1/4 ഇഞ്ച് പോയിൻ്റ് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. അപ്പോൾ 7.5 1/4 ഇഞ്ച് പോയിട്ടും അപ്പോൾ 7.25 പോയിൻ്റ്. അപ്പോൾ 7.25 പോയിൻറ്റിലാണ് കൈക്കുഴി, ബാക്കിയുള്ള കൈക്കുഴിക്ക് ഞാൻ ആ ഷേപ്പ് കൊടുക്കുവാണ്. ഇനി അവിടെ സ്കെയിൽ വെച്ച് നമുക്ക് ആ ഷേപ്പ് വരയ്ക്കാം. ഇത് സ്കെയിൽ വെച്ച് വരയ്ക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എക്സ്പെർട്ട് ആണെങ്കിൽ നമുക്ക് ചുമ്മാ കൈ കൊണ്ട് വരച്ചാലും മതി. അപ്പോൾ അത് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ബാക്കിലെ കൈക്കുഴി ഞാൻ ഇച്ചിരിയുടെ ഷേപ്പ് കൊടുക്കാം. അതായത് ഇത്രയും ഷേപ്പ് ഇവിടെ ഒറ്റയടിക്ക് ആ ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇഴപ്പിച്ച് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ആ കൈക്കുഴി നമ്മൾ അപ്പോൾ ഇത് ബാക്കി നമുക്ക് ഇത്രയും മാർക്കമുള്ളൂ. അതായത് ഈ 1.5 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് തള്ളിയിട്ട്, അതായത് ഷോൾഡറിൻ്റെ നമ്മൾ സ്ലോപ്പ് എത്ര ഇഞ്ച് താത്തയാണോ കൊടുത്തത് അത്രയും നമ്മൾ ഇത് ഫ്രണ്ട് പീസ് മുകളിലേക്ക് കയറ്റി ഇട്ടിട്ട് വേണം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തു. ഷോൾഡറിൻ്റെ പകുതി 15 ഇഞ്ചായിരുന്നു, അതിൻ്റെ പകുതി 7.5 ഇഞ്ച്. അതിൽ ആ 7.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ബാക്കിന് ഈ 2 മാർക്കമുള്ളൂ കേട്ടോ. ബാക്കി കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രേ ശ്രദ്ധിക്കാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് 2 ഷർട്ടിനുമുള്ള ബാക്കി പീസാണ് കേട്ടോ. 2 നിര ഇട്ടാണ് കട്ട് ചെയ്യണേ. അപ്പോൾ 2 ഷർട്ടിനുള്ള ബാക്കി പീസാണിത്. അപ്പോൾ ഞാൻ ആ ഷേപ്പ് സ്കെയിൽ വെച്ച് വരച്ച ഷേപ്പ് അല്ല കേട്ടോ, ഞാനൊരു ചെറിയ ഷേപ്പ് ചോക്കിന് വരച്ചായിരുന്നു. ആ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ബാക്കിൻ്റെ ഷേപ്പ്. അപ്പോൾ ഞാനിനി ഇതൊന്ന് ലെവൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്കി പീസ് കട്ട് ചെയ്യുന്ന രീതി, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 2 ഷർട്ടിനുള്ള ബാക്കിയും കട്ട് ചെയ്തു. ഇനി അതിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ബട്ടൺ ഹോൾ വയ്ക്കാനുള്ള പടിയാണ്. അപ്പോൾ അതിന് നമ്മൾ കട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് മാർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബട്ടൺ വയ്ക്കാനുള്ള പടി നമ്മൾ 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ബട്ടൺ ഹോളിനുള്ള പടി നമ്മൾ ബട്ടൺ ഹോളിനുള്ള പടി നമ്മൾ 2 ഇഞ്ച് ഇടണം. ബട്ടൺ ഹോളിൻ്റെ പടി നമ്മൾ 2 ഇഞ്ച് ഇടണം. ബട്ടൺ വയ്ക്കാനുള്ള പടി 1.25 ഇഞ്ചാണ്. ബട്ടൺ ഹോൾ വയ്ക്കാനുള്ള പടി 2 ഇഞ്ചാണ്. അപ്പോൾ ആ 2 ഇഞ്ച് പടി നമ്മൾ ഇങ്ങനെ കറക്റ്റ് ഇട്ടിട്ട്
ആ ഫ്രണ്ട് പീസ് വെച്ച് നമ്മളങ്ങ് കട്ട് ചെയ്താൽ മതി, വേറെ ഒന്നും അറിയാനില്ല. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബട്ടൺ വയ്ക്കാനുള്ള പടി 1.25 ഇഞ്ചായിരുന്നു, ബട്ടൺ ഹോൾ അടിക്കാനുള്ള പടി 2 ഇഞ്ചാണ്. ആ 2 ഇഞ്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ അതങ്ങ് കട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും അറിയാനില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫ്രണ്ട് പീസ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വെട്ടിയത് ബട്ടൺ വയ്ക്കാനുള്ള പടിയുടെ ആയിരുന്നു, ഇത് നമ്മൾ ബട്ടൺ ഹോൾ വയ്ക്കാനുള്ള പടിയുടെ ഫ്രണ്ട് പീസാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ ആദ്യം നമ്മൾ കട്ട് ചെയ്തത് വലതുവശത്തെ പീസാണ്, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇടതുവശത്തെ പീസാണ്, അതായത് പോക്കറ്റ് വയ്ക്കാനുള്ള പീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ഷർട്ടിനുള്ള 2 ഫ്രണ്ട് പീസും ഒരു ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് ഈ ലൈനിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കണം കേട്ടോ. നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്, അപ്പോൾ അതിനൊരു മാർക്ക് കൊടുക്കും. ഇനി നമുക്ക് വെട്ടാനുള്ളത് കൈയാണ്, അഥവാ സ്ലീവാണ്. സ്ലീവ് വെട്ടാനായിട്ട് നമ്മളിങ്ങനെ 2 നിര നമ്മളിങ്ങനെ മടക്കിയിടുക. സ്ലീവ് വെട്ടാനായിട്ട് നമ്മൾ ഈ തുണിയുടെ വീതി എങ്ങനെയാണെന്നറിയോ, നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൈക്കുഴി വെട്ടിയത് കൈക്കുഴി ഇറക്കി വെട്ടിയത് വണ്ണത്തിൻ്റെ 4/1 നിന്ന് 1/2 ഇഞ്ച് കുറച്ചാണ് വെട്ടിയത്. വണ്ണത്തിൻ്റെ 4/1 നിന്ന് 1/2 ഇഞ്ച് കുറച്ച്. പക്ഷെ നമ്മളിവിടെ കൈ വെട്ടുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണത്തിൻ്റെ 4/1 കറക്റ്റ് ചെയ്യുവാണ്, 1/2 ഇഞ്ച് കുറയ്ക്കുന്നില്ല, കറക്റ്റാണ്. അപ്പോൾ വണ്ണത്തിൻ്റെ 4/1 എന്ന് പറയുന്നത്, ഇത് വണ്ണം 28ആണ്, അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ആ 7 ഇഞ്ച് കറക്റ്റ് തുണി ഇങ്ങനെ മടക്കിയിടുക. 7 ഇഞ്ചിൽ നമ്മളിങ്ങനെ തുണി മടക്കിയിടുക. അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളൊരു 1.25 ഇഞ്ച് മടക്കി അടിക്കാനായിട്ട് ആദ്യം വരയ്ക്കണം, അതായത് കൈയുടെ തുമ്പ് മടക്കി അടിക്കാനായിട്ട്. ഇത് ഉള്ളിലേക്ക് മടക്കി അടിക്കാനുള്ളതാണ് 1.25 ഇഞ്ച്. അതിനുശേഷം കൈയുടെ ഇറക്കം നമ്മൾ മറക്കണം. ഇതിൻ്റെ കൈയുടെ ഇറക്കം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അതിനോട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ 9.5 ഇഞ്ച്. അപ്പോൾ 1.25 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനിട്ടു, 8.5 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി 9 ഇഞ്ച് കൈനീളം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ കൈയുടെ കുഴി ഇങ്ങനെ ഇറക്കണം, ആ ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇറക്കണം. അത് ഇറക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ എടുത്തത് ഇതിൻ്റെ വീതി എത്രയാണ്, വണ്ണത്തിൻ്റെ 4/1 4/1 നമ്മൾ വണ്ണത്തിൻ്റെ 4/1 നമ്മളിവിടെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ആ 4/1 1 ഇഞ്ചും കൂടെ കൂട്ടി, അതായത് വണ്ണത്തിൻ്റെ 4/1 എന്ന് പറഞ്ഞാൽ 7 ഇഞ്ചാണ്, ആ 7 1 ഇഞ്ചും കൂടെ കൂട്ടി 8 ഇഞ്ച്. അപ്പോൾ നമ്മൾ ഈ തയ്യൽ ഇറക്കം മാർക്ക് ചെയ്തേക്കണം ഈ ലൈനിലേക്ക് ടേപ്പ് ഇങ്ങനെ ചെരിച്ച് വെക്കണം. അതായത് ഇതാണ് 7 ഇഞ്ചിൻ്റെ ലൈൻ, അതായത് വണ്ണത്തിൻ്റെ 4/1 ലൈനാണിത്, ഈ ലൈൻ. ആ ലൈനിൽ നിന്ന് നമ്മളിങ്ങനെ ടേപ്പ് ചെരിച്ച് 1 ഇഞ്ച് കൂട്ടണം. അതായത് ഇങ്ങനെ 7 ഇഞ്ചാണെങ്കിൽ ഇങ്ങനെ 8 ഇഞ്ച്, ഇങ്ങനെ 7 ഇഞ്ചാണെങ്കിൽ ഇങ്ങനെ 8 ഇഞ്ച്, അങ്ങനെ ചെരിച്ച് വെക്കണം. അപ്പോൾ ആ 8 ഇഞ്ച് ഈ ലൈനിൽ നിന്ന് ഈ ലൈനിൽ 8 ഇഞ്ച് വന്നത് എവിടെയാണോ അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കണം. ഇത് കൈയുടെ ലൂസാണ്, അത് 7 ഇഞ്ച്, അത് ഇങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ 8 ഇഞ്ച്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് അങ്ങനെ 8 ഇഞ്ച്. അപ്പോൾ അതാണ് ഈ കൈക്കുഴി എന്തോരം ഇറക്കണം എന്നുള്ളതിൻ്റെ കണക്ക്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം. ഇനി ഇതിൻ്റെ മുൻകൈയുടെ ലൂസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ മുൻകൈയുടെ ലൂസ് എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ 4.25 ഇഞ്ചാണ് ഇതിൻ്റെ പകുതി, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ അങ്ങനെ 5.25 ഇഞ്ച് ആണ് മുൻകൈ. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ഒരു ഷേപ്പ് ഈ സ്കെയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിനെ ഷേപ്പ് കൊടുക്കണം കേട്ടോ. സ്കെയിലിന് ഇങ്ങനെ നേരെ വരയ്ക്കുമല്ല, സ്കെയിലിന് ഇങ്ങനെ നേരെ വരച്ചാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു ചെറിയ ഷേപ്പ് കൊടുക്കണതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഞാനൊരു ഷേപ്പ് കൊടുത്തു. അതിൻ്റെ ഈ ഭാഗം നമ്മൾ ഇച്ചിരി ചെരിച്ച് വിട്ടും, കാരണം മടക്കുമ്പോൾ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഭാഗം ഒന്ന് ചെരിച്ച് വിട്ടു. ഇനി നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിലേക്ക് നമുക്കിങ്ങനെ
ഈ സ്കെയിൽ വെച്ച് തന്നെ ഷേപ്പ് കൊടുക്കാം. ഷേപ്പ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ, ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അപ്പോൾ പകുതി മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻ തമ്മിലുള്ള അകലത്തിൻ്റെയും പകുതി മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് മുകളിൽ കയറ്റി വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ആ പകുതി തമ്മിൽ ആ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ സ്കെയിൽ ഇങ്ങനെ ആ പോയിൻ്റിൽ വയ്ക്കുക. നമ്മൾ ഈ സ്കെയിൽ ഇങ്ങനെ ഈ പോയിൻ്റിൽ വയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക. അത് കഴിഞ്ഞ് സ്കെയിൽ ഇങ്ങനെ തിരിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെയും വരയ്ക്കുക. കേട്ടോ, ഇതാണ് കൈയുടെ ഷേപ്പ്. ഇനി നമുക്ക് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ പല പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കെയിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കാൻ നമുക്ക് പെട്ടെന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് കൂടെ ഇപ്പോൾ വരച്ചേക്കണത് ഫ്രണ്ടാട്ടോ, അതായത് കുഴിച്ചു വെട്ടിയാക്കണ ഭാഗമാണ് ഇപ്പോൾ വരച്ചേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കൂടെ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, അപ്പോൾ ഇത് ഫ്രണ്ട് കുഴിച്ചു വെട്ടിയ ഭാഗം, ഇതാണ് ബാക്കി ഭാഗം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇതാണ് സ്ലീവ് കട്ട് ചെയ്യുന്ന രീതി. അങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇനി നമുക്കതിൻ്റെ കൈയുടെ ഫ്രണ്ട് ഒന്ന് കുഴിച്ചെടുത്തോളെ. അപ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്തേക്കണേ ആ മാർക്കിലേക്കൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അതങ്ങോട്ട് കുഴിച്ചെടുത്തോളാണ്. അപ്പോൾ ഇതാണ് മുൻകൈ. ആ മുൻകൈയുടെ ഷേപ്പാണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 കൈ കട്ട് ചെയ്തു. ഇനി നമുക്ക് 2 കൈ കൂടെ വേണം, കാരണം 2 ഷർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 കൈ കൂടെ വേണം. അപ്പോൾ നമ്മൾ 2 കൈ നമ്മൾ മുറിച്ചെടുത്തു. ഇനി നമുക്ക് 2 കൈ കൂടെ വേണം. അപ്പോൾ 2 ഷർട്ട് ആയതുകൊണ്ട് നമുക്ക് 2 കൈ കൂടെ വേണം. അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നും അറിയാനില്ല. ഈ കൈ നമ്മളിങ്ങനെ വെച്ചു, നമ്മൾ അങ്ങ് അതേ അളവിൽ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ മാർക്കൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. ഈ സെൻറ്റർ മാർക്ക് ഒന്ന് കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് തയ്ക്കാൻ നേരത്തെ നമുക്ക് എളുപ്പമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്ക്കാൻ നേരത്തെ പെട്ടെന്ന് ആ മാർക്ക് അനുസരിച്ച് നമ്മൾക്ക് കട്ട് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് പോയാൽ. അപ്പോൾ ഇനി നമുക്ക് വെട്ടാനുള്ളത് ഷോൾഡർ പീസാണ്. ഷോൾഡർ പീസും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷർട്ടിൻ്റെ കട്ടിങ് തീരും. അപ്പോൾ ഷോൾഡർ പീസ് എങ്ങനെയാണ് വെട്ടുന്നതെന്നുള്ള കണക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. ഷോൾഡർ പീസ് നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ, ഇങ്ങനെ മടക്കി വയ്ക്കാം. ഷോൾഡറിൻ്റെ പകുതിയുടെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂടി നമ്മൾ മടക്കി വയ്ക്കാം. അത് ഷോൾഡറിൻ്റെ പകുതി 7 ആണ്, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് 8 ഇഞ്ച്. അപ്പോൾ അങ്ങനെ 8 ഇഞ്ചിൽ നമ്മളിങ്ങനെ തുണി ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ വണ്ണത്തിൻ്റെ 7/1 ഷോൾഡറിൻ്റെ വീതി. അപ്പോൾ വണ്ണം 28 ഇഞ്ചാണ്, അതിൻ്റെ 7/1 എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് വീതിയാണ് ഈ ഷർട്ടിൻ്റെ ഷോൾഡറിന് ആവശ്യം. അപ്പോൾ ആ 4 ഇഞ്ചിൽ ഞാൻ ലൈനൊന്ന് നേരെ വരയ്ക്കുകയാണ് കേട്ടോ. 4 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡറിൻ്റെ വീതി, അതായത് വണ്ണത്തിൻ്റെ 7/1 അങ്ങനെ ഞാൻ വരച്ചു. എന്നിട്ട് ആ ലൈനിൽ ഞാനിങ്ങനെ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്തു. ഷോൾഡറിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ച്, കറക്റ്റ് 7.5 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഞാൻ ചേർത്തു കേട്ടോ. 4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തു. അപ്പോൾ ഇതിൻ്റെ വീതി 4 ഇഞ്ചാണ്. ഇനി നമ്മൾ ആ 4 ഇഞ്ചിൻ്റെ ആ മാർക്കുണ്ടല്ലോ, ആ മാർക്കിലെ ലൈൻ നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം. ആ ലൈനിൽ നമ്മൾ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്യണം. അപ്പോൾ കഴുത്തിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്തത് 2.5 ആയിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്തത് വലത്തോട്ട് ആ ലൈനിൽ നമ്മൾ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്. ആ 2.5 ഇഞ്ച് നമ്മൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ താഴേക്ക് കഴുത്തിൻ്റെ വീതി താഴേക്കുള്ള ഇറക്കം എന്ന് പറയുന്നത് 1 ഇഞ്ച് കുറച്ച്, അതായത്
ഈ വലത്തോട്ട് മാർക്ക് ചെയ്യുന്ന 1 ഇഞ്ച് കുറച്ച്. അപ്പോൾ 2.5 1 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി 1.5 ഇഞ്ച്. ഇത് വലത്തോട്ട് ഫ്രണ്ടിന് മാർക്ക് ചെയ്ത പോലെ തന്നെ കറക്റ്റാണ് വലത്തോട്ട്. പക്ഷെ താഴോട്ട് ഫ്രണ്ടിന് മാർക്ക് ചെയ്തിടത്തോളം ഇറക്കണ്ട. ഈ വലത്തോട്ടുള്ളതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച്. അപ്പോൾ വലത്തോട്ട് 2.5 ഇഞ്ചും അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 1.5 ഇഞ്ചാണ് താഴേക്ക്. ഇനി നമുക്ക് ഇവിടുത്തെ ഷേപ്പ് കൊടുക്കണ്ടേ. ഇവിടുത്തെ ഷേപ്പ് കൊടുക്കണേ എന്നാണെന്നറിയോ, ഈ കഴുത്തിന് ഇവിടുത്തെ വണ്ണം എത്രയാണോ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ലൈൻ നമ്മളിങ്ങനെ നേരെ വരയ്ക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, കഴുത്തിൻ്റെ ഈ പോയിൻ്റ്, ആ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാം, ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ ഷേപ്പ് നമ്മളിങ്ങനെ വയ്ക്കണം. ഉണ്ടോ, ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ 7.5 ഇഞ്ചും 1/4 ഇഞ്ചും പോയിൻ്റ് തയ്യൽ തുമ്പും, അങ്ങനെ നമുക്ക് 7.75 ഇഞ്ച് കിട്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷോൾഡർ പീസ് വെട്ടണം കേട്ടോ. ഇനി നമുക്കിവിടെ കഴുത്ത് നമുക്കിങ്ങനെ ഈ സ്കെയിൽ വെച്ച് തന്നെ നമുക്ക് ഷേപ്പ് കൊടുക്കാം. കഴുത്ത് നമുക്ക് സ്കെയിൽ വെച്ചിങ്ങനെ ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഷോൾഡർ പീസ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ പീസ് മുറിക്കണം. അപ്പോൾ ഇതും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഷോൾഡർ പീസ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ഭാഗം ഇവിടെ ഈ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ ഷോൾഡർ പീസിൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗം നമ്മളിങ്ങനെ വെച്ച് നോക്കണം. ഇത് ഒപ്പാണോ എന്ന് വെച്ച് നോക്കണം. അങ്ങനെ ഒപ്പം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒപ്പാക്കി എടുത്ത് കളയണം. അപ്പോൾ ഇവിടുന്ന് തയ്യൽ തുമ്പ് കഴിച്ചിട്ട് നമ്മളിങ്ങനെ കഴുത്തിൻ്റെ ആ ഭാഗം ഈ ഉരത്തിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് നോക്കണം. എന്നിട്ട് ഈ വീതി ഒപ്പമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, അതിങ്ങനെ ഒപ്പമായിട്ട് നമ്മൾ ആ ഷേപ്പ് എടുത്ത് കളയണം. ഇങ്ങനെ എടുത്ത് കളയണം. കേട്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ പീസും കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു ഷർട്ടിൻ്റെ ഫുൾ കട്ടിങ് ഞാൻ കാണിച്ചു തന്നു. ഇനി കട്ട് ചെയ്യാനുള്ളത് കോളറാണ്. അപ്പോൾ അത് ഞാൻ പിന്നീട് കോളർ കട്ട് ചെയ്യുന്ന മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഷർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ളവർക്ക്, പരിചയക്കാർക്ക്, കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും ഷർട്ട് തയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അത് പ്രയോജനപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക. അപ്പോൾ ഇത് 2 ഷർട്ട് ആയതുകൊണ്ട് അതിന് 2 ജോഡി ഷോൾഡർ പീസ് വേണം. അപ്പോൾ അതിൽ 1 ജോഡിയെ ഞാൻ വെട്ടിയുള്ളൂ. അപ്പോൾ 1 ജോഡി ഞാൻ പിന്നെ അതിൽ നിന്ന് വെട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.